സുസ്ഥിര വികസനത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയോ ഡി ജനറോയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയിലും വസുധൈവ കുടുംബകം എന്ന ആശയത്തിന് പ്രസക്തിയുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 19ാമത് G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള റിയോ ഡി ജനറോ പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം നടന്നു. ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിലെടുത്ത ജനകേന്ദ്രീകൃത തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള വികസനം, യുവജനശക്തി എന്നിവയിൽ G20 യോഗങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തത് തൃപ്തികരമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വിശപ്പിനും ദാരിദ്ര്യത്തിനും എതിരായുള്ള ആഗോള സഖ്യമെന്ന ബ്രസീലിന്റെ ആശയത്തിനും പ്രധാനമന്ത്രി പിന്തുണ നൽകി. ഗ്ലോബൽ സൌത്തിന്റെ വെല്ലുവിളികളും മുൻഗണനകളും മനസ്സിലുണ്ടാകണം. എങ്കിൽ മാത്രമേ ചർച്ചകൾ വിജയിക്കൂ എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആഗോള സംഘർഷങ്ങൾ മൂലമുണ്ടാകുന്ന ഭക്ഷ്യ ഇന്ധന രാസവള പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിനിടെ ബ്രസീൽ സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഗയാനയിലേക്ക് പുറപ്പെട്ടു. 50 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കരീബിയൻ രാഷ്ട്രം സന്ദർശിക്കുന്നത്. ഗയാനയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഗയാന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തെയും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഇന്ത്യ ക്യാരിക്കോം 2ാം ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും.